നമ്മൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ സപ്ലൈ ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ ഫെഡറേഷൻ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം മേഖലാ യൂണിയനാണ് ഇത് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫെഡറേഷൻ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം മേഖലാ യൂണിയൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വാർത്ത 6-ാം മാസത്തിൽ മാധ്യമങ്ങളിലൂടെ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ നമ്മുടെ MD തന്നെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ MDയോട് ഇതിനെ വിശദീകരണം ചോദിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യത്തിന് ആ വിശദീകരണം കിട്ടിയില്ല. ഇപ്പോൾ വീണ്ടും ഈ മാസങ്ങളിൽ കഴിഞ്ഞ മാസം അവസാന ആഴ്ചകളിൽ ഇങ്ങനൊരു വാർത്ത വീണ്ടും വന്നപ്പോഴാണ് MDയോട് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പണ്ട് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചല്ലോ, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ MDയും പറഞ്ഞു അത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി, അവർ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 29-ന് വീണ്ടും നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് തരണം പറഞ്ഞാൽ കൊടുത്തത്. പക്ഷേ ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുന്നവരെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതാണ് ഒരു ഭാഗം. അപ്പോൾ അതിനകത്ത് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ തിരുവനന്തപുരം യൂണിയനിൽ നടന്ന കാര്യങ്ങൾ കിട്ടുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നാലും പ്രായോഗികമായിട്ട് ഇങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം മിൽമയുടെ പേരിൽ വരികയും നമ്മളുടെ ഇമേജിന് മോശം തട്ടുന്ന വിധത്തിലുള്ള ഒരു പ്രചരണം വരികയും ചെയ്തപ്പോൾ നമ്മളുടേതായിട്ടുള്ള വഴിക്ക് ഒരു അന്വേഷണം നടത്തി കിട്ടിയ കാര്യങ്ങളാണ് പ്രസക്തമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് 1,66,500 ലിറ്റർ നെയ്യിനാണ് തിരുവനന്തപുരം യൂണിയനിലേക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അത് സമയബന്ധിതമായി സപ്ലൈ ചെയ്യാനും ഉത്തരവ് കിട്ടിയപ്പോഴാണ് അത് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പ്രോസസ്സിങ് പത്തനംതിട്ടയിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് തീരുമാനിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ എല്ലാ ഡയറികളിലും മിൽമയുടെ 14 ജില്ലകളിലും നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ അവിടെ തന്നെ നമുക്ക് വളരെ സുസജ്ജമായ ലാബ് സംവിധാനമുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് നമുക്ക് അവിടെയുണ്ട്. പക്ഷേ ശബരിമലയുടെ കേസ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, തിരുപ്പതിയിലെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വന്നത് ആ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്ന സാധനത്തിന് നമ്മളുടെ ഇൻറ്റേർണലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ സംസ്ഥാനത്തെ തിരുവനന്തപുരത്തുള്ള FSS ലാബുണ്ട്. ആ ലാബിലും കൂടെ ഒരു ബാച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ കോമ്പിനേഷൻ കറക്റ്റാണോ എന്ന് ബോധ്യപ്പെട്ട് പൂർണ്ണമായും അവരുടെ ഉത്തരവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ അവിടുത്തെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് എടുത്തത്. അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ ഇത്രയും പ്രിക്കോഷൻ എടുത്തുകൊണ്ടാണ് ചെയ്തത്. പിന്നെ അയച്ചതെന്ന് പറഞ്ഞാൽ 15 കിലോ ടിന്നാണ്. ടിന്നിൽ 15 കിലോ പാക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് നന്നായിട്ട് ലെഡ് വെച്ച് സീൽ ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് നമ്മളുടെ വർക്ക് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ ശബരിമലയുടെ ഗോഡൗണിൽ എത്തിക്കുക, അവർ പറയുന്ന ഗോഡൗണുകളിൽ എത്തിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് വർക്ക് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം നമ്മൾ സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്യുകയും അവിടെ പമ്പയിൽ പോയി അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം അത് ശബരിമലയുടെ സന്നിധാനത്തോ മറ്റേതെങ്കിലും ഗോഡൗണുകളിൽ അവരാവശ്യപ്പെടുന്ന ഗോഡൗണുകളിൽ എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം എത്തിക്കുകയും ചെയ്യുകയും അങ്ങനെ കൊടുത്ത സാധനത്തിന് റിസീവ്ഡ് എന്നും പറഞ്ഞ് ശബരിമലയുടെ ആ ഗോഡൗണിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് സീൽ ചെയ്ത് നമ്മളിൽ തന്ന പേപ്പറുകൾ നമ്മൾ കയ്യിലുണ്ട്, ഇൻവോയ്സിൽ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കൈപ്പറ്റി എന്ന് പറയുന്ന സീലുണ്ട്. പക്ഷെ അവിടെയും നമുക്കൊരു തർക്കം വരാം. കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ടിന്നും പൊളിച്ചു നോക്കിയിട്ടല്ല, ക്വാളിറ്റി നോക്കിയിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ അവരുടെ തന്നെ പ്രസിഡന്റ് ഈ 31-ാം തീയതി മാധ്യമങ്ങളിലൂടെ പറഞ്ഞതനുസരിച്ചിട്ട് അവരുടെ പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്, പമ്പയിൽ വരുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ സന്നിധാനത്തിലേക്ക് വിടുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. തെയ്യിൻ്റെ കാര്യം മാത്രമല്ല, അവരുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം മാധ്യമങ്ങളിലൂടെ വന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, മിൽമ നൽകിയ ശബരിമലയ്ക്ക് നൽകിയ നെയ്യിൽ എന്തെങ്കിലും കുറവുള്ളതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 31-ാം തീയതി 30-ാം തീയതി പറഞ്ഞ വാർത്തയാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ നമ്മൾ ക്വാളിറ്റി മോശമായി കൊടുത്തു എന്നുള്ള ഒരു അഭിപ്രായം അവർക്കില്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം, സാധനം അവിടെ എത്തിച്ചത് മാത്രമല്ല ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്ത് കൊടുത്തു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. ഇനി പറയേണ്ടത്, ശബരിമലയിലെ പമ്പയിൽ വെച്ച് അവർ ടെസ്റ്റ് ചെയ്തത് ക്വാളിറ്റി വല്ല മോശമാണെങ്കിൽ, അങ്ങനെ വാദത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങൾ തന്ന നെയ്യ് ഈ ക്വാളിറ്റി മോശമാണ്, അതുകൊണ്ട് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, തിരിച്ചുവിടുന്നു എന്നും പറഞ്ഞ് നമ്മൾ പത്തനംതിട്ട ഡയറിക്കോ തിരുവനന്തപുരം മേഖലാ യൂണിയനോ കത്ത് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അറിയിപ്പ് കൊടുക്കണമായിരുന്നു. അത് ഇതുവരെ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം കൊണ്ടുപോയി അവർ ഉപയോഗിച്ചു കൊണ്ടായിരിക്കണമല്ലോ അതിൻ്റെ പൂർണ്ണമായ തുകയും നമ്മൾക്ക് തരേണ്ടുന്നത് അവർ തന്നതായിട്ടാണ് തിരുവനന്തപുരം മേഖലാ യൂണിയൻ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ ചിലരിൽ വരുന്ന പോലെ ഏതെങ്കിലും വിധത്തിൽ മിൽമ ഉപയോഗശൂന്യമല്ലാത്ത ഒരു സാധനമോ അല്ലെങ്കിൽ ഇൻഫീരിയർ ക്വാളിറ്റി ഉള്ളൊരു സാധനം ശബരിമലയ്ക്ക് കൊടുത്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
പ്രാഥമികമായ അന്വേഷണത്തിൽ. രണ്ടാമത് ഇതിനകത്തൊരു വിഷയമുള്ളത്, എവിടെയെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ മാധ്യമ വാർത്ത പ്രകാരം എവിടെയെങ്കിലും അതിനകത്ത് വല്ല കള്ളത്തരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. അത് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ആരെങ്കിലും മിൽമയുടെ ഉദ്യോഗസ്ഥരോ മിൽമയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ മുഖം നോക്കാതെ അതിശക്തമായ നടപടികൾ നിയമാനുസൃതം എടുക്കുന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. അതിനകത്ത് യാതൊരു സങ്കോചവും ഇല്ല നമുക്ക്. അത് നടപടിയായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് ചില മാധ്യമങ്ങളിൽ വന്നത് ഇങ്ങനെ ശബരിമല നെയ്യ് മിൽമ മേടിക്കുന്നത് ദേവസ്വം ബോർഡ് നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ സാങ്കേതിക അർത്ഥത്തിലൊക്കെ അങ്ങനെ പറയുന്നത് തെറ്റൊന്നും പറയാൻ കഴിയില്ല. സെൻസേഷണൽ വാർത്ത കൊടുക്കുന്നതിൻ്റെ ക്യാപ്ഷൻ എന്നുള്ള നിലയിൽ അങ്ങനെ പറയില്ല. പക്ഷെ അതുണ്ടാക്കുന്ന ഡാമേജ് എത്രയാണെന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ വിശദീകരിച്ച പോലെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയില്ലാതെ വളരെ സത്യസന്ധമായി ചുരുങ്ങിയ വിലയ്ക്ക് തന്നെ അവർക്ക് സാധനങ്ങൾ കൊടുത്തിട്ട് മിൽമയുടെ നെയ്യ് മേടിക്കുന്നത് നിർത്തി എന്ന് പറയുന്നത് ഒരു പരിശോധനയില്ലാതെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നാണ് വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടാണെന്ന് നമ്മളുടെ അനുമാനം. കാരണം എന്താന്ന് പറയുന്നത്, ശബരിമലയിൽ അതിന് മുമ്പ് തന്നെ വാർത്തകൾ പല മാധ്യമങ്ങളിലും വന്നതാണ്. അവിടെ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ്, ദിവസം തോറും വരുന്ന നെയ്യ് തന്നെ അവരുടെ ആവശ്യത്തിന് ധാരാളമായതുകൊണ്ട് വെളിയിൽ നിന്ന് ഇനി നെയ്യ് മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തു. അത് നമ്മൾ അറിയിച്ചിട്ടില്ല. അങ്ങനെ എടുത്തെങ്കിൽ മിൽമയുടെ നെയ്യ് വേണ്ട എന്ന് പറയുന്നത് അതൊരു തെറ്റായ ധ്വനി വരുന്നത് കൊണ്ടാണ് നമ്മളത് വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. ഈ സാധന കൈമാറ്റം കരാർ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ അതോ? അല്ലല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് കരാർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം 5 ലക്ഷത്തിൻ്റെ താഴെയുള്ള ടെൻഡറുകൾ വിളിക്കുന്നതിന് ഈ ടെൻഡർ വേണ്ട. അത് കൊട്ടേഷൻ, സീൽഡ് കൊട്ടേഷൻ വെച്ച് നമ്മൾ വിളിച്ചാൽ മതി. അങ്ങനെ തിരുവനന്തപുരം യൂണിയനിൽ നിന്ന് നമ്മൾ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ കേട്ടറിവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷണത്തിൽ നമുക്ക് പ്രാഥമികമായി കിട്ടിയതാണ്. അവർ ഇതിനു വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് അവർ ടെൻഡർ വിളിക്കുകയും സീൽഡ് കൊട്ടേഷൻ വിളിക്കുകയും അത് 3-4 പേര് അതിൽ കോട്ട് ചെയ്ത് അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അവർ ടെൻഡർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേ നമുക്ക് സഹകരണ നിയമപ്രകാരവും നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ടെൻഡർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോവസ്റ്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അങ്ങനെ കൊടുത്ത ആൾക്കാർ ആ സാധനങ്ങൾ സന്നിധാനത്തിൽ അല്ലെങ്കിൽ ശബരിമലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ എത്തിച്ചിട്ട് അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ ആ കൊടുത്തതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് ഇപ്പം നമ്മുടെ മുമ്പിൽ വിഷയമില്ല. നമുക്ക് പേയ്മെൻറ്റും കിട്ടി, ക്വാളിറ്റി ഇഷ്യൂസ് ഇല്ല. പക്ഷേ മാധ്യമങ്ങളിൽ പലതും വരുന്നത് നമുക്ക് അത് തള്ളിക്കളയുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഇതിനകത്ത് കൃത്രിമം ചെയ്ത് മിൽമയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനകത്ത് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ വിജിലൻസിൻ്റെയോ അന്വേഷണത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. കാലങ്ങൾക്കിപ്പുറമാണ്, അതായത് കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു മിൽമയിൽ, അത് പെട്ടെന്ന് ഇങ്ങനെ ഇടതു ഭരണത്തിലേക്ക് വന്നു. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ഒരു ആയുധമാക്കാനുള്ള ഗൂഢാലോചനയാണ് ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെയൊന്നും നമ്മൾ ആരോപിക്കുന്നില്ല. അത് ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രത്യേകിച്ചിട്ട് സഹകരണ മേഖല കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമാണ്. അവിടെ ഇടതായാലും വലതായാലും ഏത് ഭരണമായാലും നിയമാനുസൃതമായിട്ടല്ലേ കാര്യങ്ങൾ നടത്താൻ കഴിയൂ. അല്ലാതെയാണെന്നും തോന്നിയ ചില കാര്യത്തിന് ഇപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. നമുക്ക് ബോധ്യമുണ്ട് അത് നിയമാനുസൃതമല്ല നടത്തിയതെന്ന്. പക്ഷേ അത് ചെയ്തവർക്കത് നിയമപ്രകാരം ചെയ്തു എന്ന് അവകാശപ്പെടാനുള്ള എല്ലാ അവരുടെ അവകാശത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നമ്മളത് ചോദ്യം ചെയ്യുന്നു, കോടതിയിൽ നിൽക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും കോടതിയുടെ വിധി അന്തിമമാണെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അത് ഇവിടെ കൊണ്ട് നിൽക്കണമെന്നില്ല, സിംഗിൾ ബെഞ്ചാണ്, അതിൻ്റെ കോടതി നടപടികളുണ്ട്. ഏതായാലും വരട്ടെ, നിയമവ്യവസ്ഥ ചോദ്യം ചെയ്ത് ഇതിൻ്റെ നടപടികൾ ചോദ്യം ചെയ്ത് കേസുകളുണ്ട്, അതിൻ്റെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഏതെങ്കിലും നമുക്കെതിരെയുള്ളൊരു ഗൂഢാലോചനയാണെന്ന് പറയാൻ തക്ക വിധത്തിലുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണവും നമ്മൾ ഉന്നയിക്കുന്നില്ല. ഇപ്പോൾ ഭരണത്തിന് മറ്റു അട്ടിമറി സാധ്യത അല്ലെങ്കിൽ ഭീഷണിയൊന്നും ഇല്ലല്ലോ എവിടെ മിൽമയുടെ ഭരണത്തിൽ? അല്ല, അത് അട്ടിമറി ഭീഷണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസം 27-ന് ഫെഡറേഷൻ്റെ ചെയർമാൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. 25-നാണ് നമ്മൾ ബോർഡ് തീരുമാനം എടുത്ത് 25-ന് നടത്താൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ തന്നെ കാണുന്ന പോലെ 28/7/2021 ഞാൻ ചെയർമാനായത്. അപ്പോൾ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ മിൽമയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തോടൊപ്പം തന്നെ 5 കൊല്ലം പൂർത്തിയാവുന്ന സമയത്ത് അത്
ആ സമയബന്ധിതമായി തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ആരാണോ വരുന്നത് അവർക്ക് അധികാരം കൈമാറ്റുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ മാസത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് തീരുമാനമെടുക്കുകയും ജൂലൈ 27 കാലാവധി കഴിയുന്നതിന് മുമ്പ് ജൂലൈ 25 തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. പക്ഷെ നമ്മൾക്ക് കിട്ടിയൊരു വിവരമനുസരിച്ച് തീരുമാനമെടുക്കുന്നത് നമ്മളെ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറിയും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറും എൻ്റെ ഭരണസമിതി അംഗങ്ങളാണ്. അവരുടെ സാന്നിധ്യത്തിൽ തീരുമാനമെടുത്ത് 24 ജൂണിന് എടുത്ത തീരുമാനം 4-4:30 ആവുന്ന സമയത്ത് നമ്മളിവിടെ ക്ഷീരവികസന വകുപ്പിൽ നമ്മൾ കൊണ്ട് ആ തീരുമാനം കൊടുത്തു. അവർ ഇലക്ഷൻ കമ്മീഷനിൽ അയക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ കൊടുത്തിട്ട് 13-ാം തീയതി വരെ, ജൂലൈ 13-ാം തീയതി വരെ ആ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ആ പേപ്പർ പോയില്ല എന്ന് നമ്മളെ ആൾക്കാർ പോയി അന്വേഷണത്തിൽ മനസ്സിലായപ്പോഴാണ് 15-ാം തീയതി നമ്മുടെ ഭരണസമിതിയിൽ ഒരു ഡയറക്ടർ കോടതിയിൽ കേസ് പോയിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് അയച്ചില്ല അത്? അപ്പോൾ ചില ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയണത് ചെയർമാൻ 1 മാസത്തിൽ കൂടെ കണ്ടിന്യൂ ചെയ്യാലോ, അതിന് തടസ്സമില്ലല്ലോ എന്ന് പറയണം. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. കാരണം സമയബന്ധിതമായി 27-ന് എൻ്റെ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളൊരു തീരുമാനം എടുത്ത് കൊടുത്താൽ ആ തീരുമാനപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു കൊടുത്ത് സമയബന്ധിതമായി തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നതിന് വേണ്ടി തീരുമാനം എടുത്തു. പക്ഷേ ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാർ അത് ചെയ്തില്ല എന്നുള്ളൊരു ആരോപണം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അത് പ്രതിഷേധമുണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നില്ല. കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ശക്തമായിട്ട് നമ്മുടെ പ്രതിഷേധം അറിയിച്ചു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ 25-ാം തീയതി രാവിലെ ഭരണസമിതി യോഗം തീരുമാനിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഭരണസമിതി എല്ലാ അംഗങ്ങളെയും വിളിച്ചത്. നടത്താതെ പോയി. അന്ന് വൈകുന്നേരം 6-6:30 ആകുമ്പോഴാണ് ഞാൻ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ പറയുന്നില്ല. ഈ തിരുവനന്തപുരം പെരുമായം പിരിച്ചുവിട്ടു, പല ക്ഷീരസംഘങ്ങളും പിരിച്ചുവിട്ടു, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ്. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് LDFന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. അതിനൊന്നും പരിശോധിച്ചിട്ടില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടു, ഇനി സംഘങ്ങൾ പിരിച്ചുവിട്ടു എന്ന് താങ്കൾ പറയുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ എവിടെ എങ്ങനെ പിരിച്ചുവിടുകയാണെങ്കിലും നിയമാനുസൃതമല്ലാതെ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഗുരുതരമായ വീഴ്ചയുണ്ടെങ്കിൽ പിരിച്ചുവിടേണ്ടി വരും. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാരമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് എന്നുള്ള നിലയിൽ. അതല്ലാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പലരെയും നടപടിയെടുക്കാമെന്നൊക്കെ ആഗ്രഹിച്ച് പോകുന്നത് നമ്മളെപ്പോലുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു സംസ്കാരമുള്ള ഒരു സംസ്ഥാനത്തിന് ഭൂഷണമല്ല. പക്ഷേ വീഴ്ചയുണ്ടെങ്കിൽ നടപടി എടുക്കണം, മുഖം നോക്കാതെ നടപടി എടുക്കണം. അപ്പോൾ സംഘങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരം യൂണിയൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാത്തത് കോടതിയിൽ നിൽക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയാത്തതുകൊണ്ടാണ്. സംഘങ്ങളെ അങ്ങനെ പലരെയും പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുള്ള സംഘങ്ങളാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് നടപടി എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത് തെറ്റായ നടപടിയായിരിക്കും. അത് നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഫെഡറേഷനിൽ സാധാരണഗതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് പോകാൻ കഴിയില്ല. ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിലും ആ ബോർഡ് മെമ്പർമാരൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മൾ 13 തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് മെമ്പർമാരാണ്. അതിൽ ഒരാളാണ് ചെയർമാൻ. ചെയർമാൻ മാറിയാലും ബാക്കി 12 പേര് ഇവിടെ ഉണ്ടാവും. ചെയർമാൻ മാറിയാലും ഞാൻ ഈ ബോർഡിലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ മലബാർ മേഖലാ യൂണിയൻ്റെ ചെയർമാൻ ആയതുകൊണ്ട് ഞാൻ ഈ ബോർഡ് മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്നുള്ള കാര്യമൊന്നും സാധ്യമല്ല. പക്ഷേ അതിനു വേണ്ടിയിട്ടൊരു ശ്രമം ചിലർ കോടതിയിൽ തന്നെ ഒരു IA കൊടുത്തിട്ട് അതിനകത്ത് ശ്രമം നടത്തി. അത് പക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അത്തരം കാര്യങ്ങൾ അവർ ആരോപിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു എക്സംഷൻ ഉണ്ട് സർക്കാരിൻ്റെ. ആ എക്സംഷൻ അറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു IA ഒക്കെ കൊടുത്ത് കോടതിയിൽ ഇങ്ങനെ ഇവിടെ എല്ലാ ഭരണസമിതിയും പിരിച്ചുവിട്ടെന്ന് പോയിട്ടുള്ളത്. കോടതിയിൽ നിൽക്കുന്നതാണ്. കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ട് നമുക്ക് പ്രവർത്തിക്കും. ഇനി അതല്ല, കോടതി പറയുകയാണ് എല്ലാ ഭരണസമിതി അംഗങ്ങളും പിരിച്ചുവിട്ട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെക്കണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ വെക്കണം എന്ന് പറയുകയാണെങ്കിൽ അംഗീകരിച്ചാലേ മതിയാവുകയുള്ളൂ. അന്തിമമായി കോടതി വിധി നമുക്കൊക്കെ ബാധകമല്ലേ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.